ദൈവത്തിരുന്നാം വാഴ്ത്തുള്ളവരാകട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെ. 1 കൊരിന്ത്യർ 11 23 മുതൽ 26 വരെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നമുക്കൊരു വാക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. പുത്രം പോലെ ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ വചനം പഠിക്കാൻ ഇടയാവുന്ന കർത്താവേ, പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. നീ ഞങ്ങളുടെ ഗുരുവാണ്, നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവൻ. ഞങ്ങൾക്ക് ആശ്രയിപ്പം മറ്റാരുമില്ല കർത്താവേ. നിന്റെ ആലോചന കേൾക്കുമ്പോൾ അതിന് വിധേയപ്പെടുവാൻ, അതിനെ പൂർണ്ണമായിട്ടും അനുസരിപ്പാൻ, ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പിതാവെ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യണമേ, അടിയും കേൾക്കുന്നു കർത്താവേ. എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. ക്രിസ്തുയേശു നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. പ്രത്യേകിച്ചും ക്രൈസ്തവ കോളത്തിൽ തങ്ങളുടെ ആരാധനയിൽ മിക്ക ആഴ്ചകളിലും വായിക്കുന്ന മനഃപ്പാഠമായിട്ടുള്ള ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 23 ഈ വാക്യങ്ങൾ. ആരാധന, മനുഷ്യൻ യഥാർത്ഥമായിട്ട് ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആരാധിക്കാത്ത ഒരു മനുഷ്യന് പോലുമില്ല. എന്തിനെങ്കിലും ഒന്നിൽ ദൈവത്തെ ആരാധിക്കും, അതല്ലെങ്കിൽ മറ്റ് എന്തിനെങ്കിലും ആരാധിക്കും, അതല്ലെങ്കിൽ മറ്റ് മനുഷ്യരെ ആരാധിക്കും. ആരാധന മനുഷ്യൻ്റെ സ്വയസിദ്ധമായ ഒരു ആവശ്യമാണ്, കഴിവാണ്. അതുകൊണ്ട് ആരാധിക്കാത്തവരായിട്ട് ആരുമില്ല. യഥാർത്ഥമായിട്ട് നാം സൃഷ്ടാവിനെ ആരാധിക്കാൻ നമ്മളുടെ കടമയാണ്. സൃഷ്ടാവിനെ ആരാധിക്കുക മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ്. ആരാധനയെക്കുറിച്ച് ചിന്തിക്കാമെങ്കിൽ ആരാധന പ്രധാനമായിട്ട് 2 വിധമുണ്ട്. ഒന്ന് ഇമോഷണൽ വർഷിപ്പ്, സെക്കൻഡ് ഈസ് ഇൻ്റലക്ച്വൽ വർഷിപ്പ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും. ഒന്ന് വൈകാരികമായിട്ടുള്ള ആരാധന, അടുത്ത ബുദ്ധിപരമായിട്ടുള്ള ആരാധന. ഈ ഇമോഷണൽ വർഷിപ്പും ഇൻ്റലക്ച്വൽ വർഷിപ്പുമായിട്ട് നമ്മുടെ ആരാധനയെ തിരിക്കാൻ പറ്റും. എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇമോഷണലും ഇൻ്റലക്ച്വലും അല്ല, പിന്നെ താൻ ആരാണെന്ന് അറിഞ്ഞിട്ട് അതിനുണ്ടാവുന്ന ആ ബഹുമാനം, ആ ആദരവ്, ആ ഇമോഷൻ അല്ലെങ്കിൽ ആ പരിജ്ഞാനത്താൽ ഉളവാകുന്ന വികാരമാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന് അറിഞ്ഞിട്ട് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ആരാധന. നമുക്ക് ആരാധനയെ വീണ്ടും തിരിക്കാൻ പറ്റും. വൺ ഈസ് പേഴ്സണൽ വർഷിപ്പ്, അനദർ ഈസ് കോർപ്പറേറ്റ് വർഷിപ്പ്. വ്യക്തിപരമായ ആരാധന, അടുത്തത് സാമൂഹികമായ ആരാധന. വാസ്തവത്തിൽ എല്ലാ മനുഷ്യനും ആരാധിക്കുവാൻ കടപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാം ആഴ്ചവട്ടത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും 6 ദിവസം നാം വ്യക്തിപരമായിട്ട് നാം ആരാധിക്കും. എങ്കിൽ 1-ാം നാൾ നാം സമൂഹമായിട്ട് കൂടി നാം ആരാധിക്കും. അതായത് സമൂഹമായിട്ട് കൂടി ആരാധിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ആരാധിച്ചവർ മാത്രമാണ്. വ്യക്തിപരമായിട്ട് ആരാധിച്ചവർ മാത്രമേ 1-ാം നാൾ സമൂഹമായിട്ട് ആരാധിക്കുവാൻ അധികാരം ഉള്ളൂ. നാം സ്വർഗത്തിലും പോയി കഴിഞ്ഞാൽ നിത്യകാലം നാം ആരാധിക്കുവാനാണ് തുടങ്ങുന്നത്. ആരാധന എന്താണ്? ദൈവത്തിന്, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ആരാധനയെക്കുറിച്ച് ചിന്തിക്കാമെങ്കിൽ ആരാധന ഒരുവിധം ശബ്ദ കോലാഹലങ്ങളല്ല. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ എന്തൊക്കെയോ പുലമ്പിയിട്ട് അവർ ആരാധിക്കുന്നു എന്നവർ ആശിക്കുന്നു. ഒരിക്കലും ആരാധന അങ്ങനെയല്ല. യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ ചെയ്തികളെക്കുറിച്ച് ഓർത്തിട്ട്, ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഓർത്തിട്ട് അതിനെക്കുറിച്ച് വീണ്ടും അയവിറക്കുമ്പോൾ, ഹൃദയത്തിൽ സ്നേഹാഗ്നി കത്തുമ്പോൾ, ആ സ്നേഹാഗ്നിയിൽ നിന്ന് ഉളവാകുന്ന നന്ദി കർത്താവേ എന്നുള്ള വാക്ക്, അതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. മനുഷ്യൻ പുറമേ ഉള്ള നമുക്ക് വാക്യം നോക്കാം. 1 ശമൂവേലിൻ്റെ 16-7 വാക്യം. 1 ശമൂവേൽ 16-7 വാക്യം. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ പുറമേ ഉള്ള നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുവാൻ കഴിയുന്നത്, കേൾക്കുവാൻ കഴിയുന്നതാണ് അവൻ്റെ ഇമ്പം. എങ്കിൽ യഹോവ നോക്കുന്നത്, ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. ആ ഹൃദയത്തിൻ്റെ അവസ്ഥ, നിന്റെ ഹൃദയം ദൈവമായിട്ട് എങ്ങനെ ഇരിക്കുന്നു, ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? അതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. ആ കർത്താവിൻ്റെ ചെയ്തികളെ നാം ധ്യാനിക്കുമ്പോൾ, അയവിറക്കുമ്പോൾ, ആ സമയത്ത് ആ സ്നേഹാഗ്നി ആ ഹൃദയത്തിൽ കത്തിയിട്ട്
താങ്ക് യു ലോഡ് എന്ന ആ എളിയ ശബ്ദം, ആ സ്പോണ്ടേനിയസ് ഔട്ട് പോറിംഗ് ഓഫ് ദ വേർഡ്, ആ സ്വമേധയ ഒഴുകി വരുന്ന വാക്ക്, അതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. ആരാധന ഒരുവിധം സ്തുതിപാഠമാണ്. നമുക്കറിയാം, പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അന്ന് സ്തുതിപാഠകന്മാരുണ്ടായിരുന്നു. ആ രാജാവിനെ അവർ എഴുന്നള്ളിച്ചിരുത്തി ചുറ്റും സദസ്യർ നിന്നിട്ട് രാജാവിന് സ്തുതി പാടും, പാടകം പറച്ചിൽ. ഒരാൾ പറയും, മന്വേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്റെ മുഖം. നോക്ക്, ആ ഒരാൾ പറയും, രാജാവേ നിന്റെ മുഖം ചന്ദ്രനെ പോലെയാണ്. ഉടനെ മറ്റു വ്യക്തി പറയും, തീർച്ചയായിട്ടും ചന്ദ്രനെ പോലെയാണ്, എങ്കിൽ അതിനപ്പുറമാണ്, ഇവൻ സൂര്യനെ പോലെ ശോഭിക്കുന്നവനാണ്. നോക്ക്, ആ ഓരോ വ്യക്തികൾ സദസ്യർ മാറി മാറി ആ രാജാവിൻ്റെ ആ സൗന്ദര്യത്തെ അല്ലെങ്കിൽ അവൻ്റെ കഴിവുകളെ പ്രകീർത്തിക്കുന്നു. അതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. അതിനുവേണ്ടി ആ സദസ്യർ അറിയാമോ, അവർ നല്ല വാക്കുകൾ ഒരുക്കിക്കൊണ്ടുവരുന്നു. നമുക്കറിയാം ആ വളരെ സുപരിചിതമായ പാട്ട്, പാടവം ഉള്ള സ്തുതിപാഠകൻ എന്ന പോൽ ഞാൻ തേടുന്നു നല്ല വാക്കുകൾ പരമേശ പാടും നിനക്ക് നിത്യവും. അതായത് ആ കഴിവുള്ള ഒരു സ്തുതിപാഠകനെ പോലെ നിന്നെ ആരാധിക്കുവാൻ ഞാൻ കർത്താവെ നല്ല വാക്കുകൾ തേടിക്കൊണ്ടുവരുന്നു. ആരാധനയിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലും വായി വരുന്നത് പറയുക എന്നുള്ളതല്ല. വാസ്തവമായിട്ടും അതിനുവേണ്ടി ഒരുക്കിയ സുഗന്ധവർഗം നാം ധ്യാനിച്ച് ആ വിഷയങ്ങൾ മാത്രമല്ല, വാക്കുകൾ പോലും നല്ല വാക്കുകൾ മഹാരാജാവിൻ്റെ മുമ്പിൽ പറവാൻ, കർത്താവിൻ്റെ മുമ്പിൽ പറവാൻ അവന് ഉചിതമായ വാക്കുകൾ ഒരുക്കിക്കൊണ്ടുവരുന്ന ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. വന്ന് ഒരുക്കൊണ്ടുവന്ന ആ സുഗന്ധ തൈലം അവൻ്റെ പാദപീഠത്തിന് ഒഴിക്കുക, അതാണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. വാസ്തവത്തിൽ ഏറ്റവും നല്ല പദം അവൻ്റെ പാദപീഠങ്ങളിൽ വെക്കുക. അപ്പോൾ അന്ന് മാത്രമല്ല, വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആരാധനയിലെ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് തിരുവത്താഴം എന്ന് പറയുന്ന ആ കർത്താവ് കൽപ്പിച്ചാക്കിയ ആ ഉടമ്പടി. വാസ്തവത്തിൽ തിരുവത്താഴം കർത്താവ് പറഞ്ഞാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും, എൻ്റെ മരണ പുനരുത്ഥാനം. കർത്താവ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ നമ്മെ സൃഷ്ടാവാണ്, അവൻ നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ട് അകന്നു പോയപ്പോൾ ആ സൃഷ്ടാവ് നമുക്ക് വേണ്ടി ജഡമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ പകരക്കാരനായിട്ട് അവൻ മരിച്ചു, മനുഷ്യൻ രക്ഷവനൊരുക്കി. മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ഇങ്ങനെ പറഞ്ഞ് തൻ്റെ ഏകജാതപുത്രൻ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി പകരക്കാരൻ്റെ ബലിയാക്കിക്കൊണ്ട് കർത്താവ് ലോകത്തെ സ്നേഹിച്ചു. ആ പ്രക്രിയ അങ്ങോട്ട് ഓർക്കുമ്പോൾ, അവൻ്റെ ആ ചെയ്തികൾ ഓർക്കുമ്പോൾ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, സൃഷ്ടി മരിക്കേണ്ട സ്ഥാനത്ത് സൃഷ്ടാവ് മരിച്ചു എന്ന് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ തീ കത്തും. ആ തീ കത്തിക്കുമ്പോൾ, ആ ധ്യാനിക്കുമ്പോൾ, ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിങ്കിൽ തീ കത്തുന്ന അവസ്ഥ, ആ സമയത്ത് പറയും താങ്ക് യു ലോർഡ്. ആ താങ്ക് യു, ആ സ്പോണ്ടേനിയസ് താങ്ക് യു, അതാണ് യഥാർത്ഥമായിട്ടും ഉള്ള ആരാധന. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്പോണ്ടേനിയസ് താങ്ക് യു, ഇൻ ദാറ്റ് ഗോഡ് ഈസ് പ്ലീസ്ഡ്. ദൈവം അതിലാണ് പ്രസാദിക്കുന്നത്. ആരാധനയിലെ ഏറ്റവും ഒരു പ്രധാന ഘടകമാണ് തിരുത്താഴം എന്ന് പറയുന്നത്. തിരുത്താഴം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാനപാത്രമുണ്ട്, ഒരു അപ്പമുണ്ട്. ഈ അപ്പവും പാനപാത്രവും കാണുമ്പോൾ നാം വാസ്തവത്തിൽ കർത്താവിനെയാണ് ഓർക്കുന്നത്. എങ്ങനെ കർത്താവിനെ ഈ അപ്പവും പാനപാത്രത്തിൽ നോക്കുവാൻ നമുക്കെങ്ങനെ ഓർക്കാൻ കഴിയും? വാസ്തവത്തിൽ അവിടെ കർത്താവിൻ്റെ രൂപമോ അല്ലെങ്കിൽ മറ്റെഴുത്തുകളോ ഒന്നും അതില്ല. മറ്റ് അനേക ക്രൈസ്തവ വിഭാഗങ്ങളിൽ അവരാ അപ്പത്തിന്മേൽ IHS എന്ന് മറ്റും എഴുതാറുണ്ട്. അത് ഈസോ ഹുമനോ സർവറ്റോ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവ്. നാം ഒരുക്കുന്ന അപ്പത്തിൻ്റെ അകത്ത് യാതൊന്നുമില്ല. സാധാരണ ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ചപ്പാത്തി അല്ലെ ഒരു അപ്പം. ആ അപ്പത്തിലാണ് നാം കർത്താവിനെ കാണുന്നത്. ഇതെങ്ങനെ കാണാൻ പറ്റും? വാസ്തവത്തിൽ അപ്പം എന്താണ്? അപ്പം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പണിയാണ്. നാം എങ്ങനെ അപ്പം ഉണ്ടാക്കും നമുക്ക് നോക്കാം. അപ്പം എന്ന് വെച്ചാൽ ആ ഗോതമ്പ് പണി നാം എടുത്ത് അതിനെ ഗോതമ്പിനെ കൊയ്തിട്ട് അതിനെ മെതിച്ച് അതിനെ ചക്കിലിട്ട് ആട്ടി അതിനെ തീയിലിട്ട് ചുടും. ഞാൻ വീണ്ടും പറയട്ടെ, നാം അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗോതമ്പ് കൊയ്തെടുക്കും, അതിനെ മെതിക്കും, മെതിച്ച ശേഷം അതിനെ ചക്കിലിട്ട് ആട്ടി അതിനുശേഷം തീയിലിട്ട് ചുടും. ആ തീയിലിട്ട് ചുട്ട് കഴിയുമ്പോൾ അത് എൻ്റെ വിശപ്പടക്കാനുള്ള അപ്പമായിട്ട് അത് മാറും. അതുപോലെ കർത്താവ് യേശു ക്രിസ്തു അവൻ സ്വർഗത്തിൻ്റെ ഗോതമ്പ് പണിയാണ്. ആ സ്വർഗത്തിൻ്റെ ഗോതമ്പ് പണി അവൻ എന്നെ സ്നേഹിച്ചപ്പോൾ അവൻ തൻ്റെ മഹിമയുടെ ആ സ്ഥാനം വിട്ട് ഈ ഭൂമിയിലേക്ക് അവൻ വന്നു. ഭൂമിയിലേക്ക് വന്നിട്ട് അവൻ നമുക്ക് വേണ്ടി ഒരു കുമാരിയുടെ ഗർഭത്തിൽ അവൻ ജനിച്ചു. 33 വർഷം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. മാത്രമല്ല തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി അവൻ മെതിക്കപ്പെട്ടു.
മാത്രമല്ല ചക്കിൽ അവൻ ആട്ടപ്പെട്ടു, അവൻ മെതിക്കപ്പെട്ടു, ചക്കിൽ ആട്ടപ്പെട്ടു. ഒടുവിൽ അവൻ ദൈവത്തിൻ്റെ കോപത്തിയിൽ അവൻ വെന്ത് പാകമായി ജീവനുള്ള അപ്പമായിട്ട് അവൻ മാറി. ഇതെങ്ങനെയാണ് ഈ പ്രക്രിയ? അത് നമുക്കത് ഒന്നുകൂടെ, കാരണം ആരാധനയുടെ പ്രധാന ഘടകം യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനമാണ്. നമുക്കത് ഒന്നുകൂടെ നോക്കാം. യേശുക്രിസ്തുവിൻ്റെ എങ്ങനെ ഈ ഗോതമ്പ് മണി നമുക്ക് വേണ്ടി ജീവൻ നൽകുന്ന അപ്പമായി തീർന്നുള്ള കാര്യം നമുക്ക് അറിയാം. കർത്താവിനെ നോക്കാമെങ്കിൽ അവന് ഗത്സമനിൽ നമുക്ക് ആരംഭിക്കാം. കർത്താവ് ഗത്സമനയിൽ വീണ് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ അത് കാണാൻ പറ്റും. മത്തായി 26:36 വാക്യം. മത്തായി 26:36 വാക്യം. അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. യേശു ഗത്സമനിൽ വന്നിട്ട് ശിഷ്യന്മാർ പറയാണ്, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അവൻ ഗത്സമനിൽ പോയിട്ട് അവിടെ അവൻ വീണ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന് 3 വട്ടം വീണ് പ്രാർത്ഥിച്ചു. ബൈബിള് വ്യക്തമായിട്ട് പറയുന്നു, അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ എന്നുള്ളത്. അത്രമാത്രം അവൻ അതിദുഃഖത്തോടെ അവൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രങ്ങളിൽ നിന്നും മാറ്റണം. അവൻ പാനപാത്രം ഭയപ്പെടുകയാണ്. എന്താണ് കർത്താവ് ഭയപ്പെട്ട പാനപാത്രം? കുരിശാണോ? ഒരിക്കലുമല്ല. കാരണം കർത്താവ് പറയുന്നുണ്ട് നിക്കോദീമോസിനോട്, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലത്തെ എൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കും. അവൻ ജനിച്ചത് കുരിശിൽ മരിക്കാൻ വേണ്ടി മാത്രമല്ല കർത്താവ് വീണ്ടും പറയുന്നു, എനിക്കൊരു സ്നാനമേൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ വാഞ്ചിക്കുന്നു. കർത്താവ് ആ കുരിശിനെ നോക്കി പാർത്തവനാണ്. കർത്താവിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ആ കുരിശായിരുന്നു. പക്ഷെങ്കിൽ പറയാണ്, ഞാൻ ഭയക്കുന്നു പാനപാത്രം. എന്താണെന്നറിയാം? ഭയന്ന പാനപാത്രം മറ്റൊന്നുമല്ല. ആ പാനപാത്രം ലോകത്തിൻ്റെ പാപത്തിൻ്റെ ആ ഭയങ്കരത്തിൽ നിറഞ്ഞ പാനപാത്രമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 1:29 ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവനെ പാപമാക്കുന്ന അവസ്ഥ. 2 കൊരിന്ത്യർ 5:21 പാപം എന്നറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കുന്ന അവസ്ഥ. എപ്പോഴാണ് ഇത് പാപമായത്? വാസ്തവത്തിൽ ആ കുരിശിൽ അവൻ നമുക്ക് വേണ്ടി പാപമാക്കുന്നു. അതിൻ്റെ സമർപ്പണമാണ് ഗത്സമനയിൽ. ആ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പാത്രം പാനപാത്രം കണ്ടപ്പോൾ he said, Father, if it's civil, let this cup depart from me. പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്നും മാറ്റണമേ. അവൻ പാപത്തെ കണ്ട് ഭയന്നു. കാരണം എന്താ അറിയാമോ? ഹബക്കൂക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ലോർഡ്, യു ആർ ടു ഹോളി ടു ബിഹോൾഡ് ഈവിൾ. കർത്താവേ, നീ പാപം നോക്കുവാൻ കഴിയാത്ത വണ്ണം പവിത്രമായ ദൃഷ്ടികളുള്ളവനാണല്ലോ കർത്താവേ. പാപം നോക്കുവാൻ കഴിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കുന്ന അരങ്ങം പറയാണ്, പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമേ. അവൻ പാപത്തെ കണ്ടും ഭയപ്പെട്ടു. നാം പാപത്തെ എത്ര ലാഘവത്തോടെ നാം കാണാറുള്ളത്? എൻ്റെ സുഹൃത്തെ, ഒന്ന് ഓർത്തു നോക്കി. ഈ സൃഷ്ടാവായ ദൈവം പാപത്തിൻ്റെ ഭയങ്കരത കണ്ടപ്പോൾ, പാപത്തിൻ്റെ ആ ശിക്ഷ കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. പറയാണ്, പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. ഗത്സമന, അതാണ് ഒന്നാമത്തെ ചക്ക്. ആ ഗോതമ്പ് മണി ഇതാ ചക്കിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ചക്ക്, ആ ഗത്സമനയുടെ ചക്കിൽ അവൻ നേര്യമാവായിട്ട് അവൻ പൊടിക്കപ്പെട്ടു. അവിടെ അവൻ നേര്യമാവായിട്ട് പൊടിക്കപ്പെട്ടു. അവിടെ അവൻ സമർപ്പിച്ചു. ഒന്നാമത്തെ ചക്ക് ഗത്സമന. ഇറ്റ്സ് ദ മിൽ ഓഫ് സറണ്ടർ. സമർപ്പണത്തിൻ്റെ ചക്ക്. ആ സമർപ്പണത്തിൻ്റെ ചക്കിൽ വെച്ച് കർത്താവ് യേശുക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടത്തിന് താനാണ് സമർപ്പിച്ചു. അവൻ പറഞ്ഞിങ്ങനെയാണ്, പിതാവേ, നിനക്ക് സകലവും കഴിയും എന്നെനിക്കറിയാം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം കർത്താവേ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. താൻ ലോകത്തിൻ്റെ പാപം ചുമക്കുവാൻ വേണ്ടി, പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെടുവാൻ വേണ്ടി തന്നെത്താൻ സമർപ്പിച്ച അരങ്ങം. മാത്രമല്ല, അങ്ങ് സമർപ്പിച്ചപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വന്നതാണ് യോഹന്നാൻ 12 2 മുതൽ 3-4 വാക്യങ്ങൾ. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് അവിടെ പറഞ്ഞിങ്ങനെയാണ്, യൂദാസ് മഹാപുരോഹിതന്മാരെയും ചേവകന്മാരെയും പട്ടാളത്തെയും കൂട്ടിക്കൊണ്ട്. NKJV പറഞ്ഞിങ്ങനെയാണ്, ജൂഡാസ് ഹാവിംഗ് റിസീവ്ഡ് എ ഡിറ്റാച്ച്മെന്റ് ഓഫ് ട്രൂപ്സ്. ഒരു ഡിറ്റാച്ച്മെന്റ് ഓഫ് ട്രൂപ്സ്. എന്താണ് ഒരു ഡിറ്റാച്ച്മെന്റ്? ഇറ്റ്സ് എ റോമൻ ഡിറ്റാച്ച്മെന്റ്. ഇതൊരു പട്ടാളത്തിൻ്റെ വാക്കാണ്. ഡിറ്റാച്ച്മെന്റിൽ മിനിമം 600 പട്ടാളക്കാരുണ്ട്. ഈ 600 പട്ടാളക്കാർ
നമുക്ക് ആ യേശുക്രിസ്തുവിനെ പിടിക്കുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കാം. അവൻ തന്നെത്താൻ സമർപ്പിച്ചിട്ട് ഗസമനിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗം. ഇറങ്ങി വരുമ്പോൾ ഇത് ജൂദാസ് വരുന്നു. അവൻ്റെ കൂടെ ആരെന്നറിയാമോ? ഏറ്റവും മുന്നിൽ ജൂദാസ്, അവൻ്റെ പിന്നിൽ 600 പട്ടാളക്കാർ, മാത്രമല്ല ഓഫീസേഴ്സ്, അധികാരസ്ഥന്മാർ, മാത്രമല്ല പിന്നെ പുരോഹിതന്മാർ. ഈ 600 പട്ടാളക്കാരും ഈ പറയുന്ന ചേവകരും അതുപോലെ ഓഫീസേഴ്സും പുരോഹിതന്മാരുമായിട്ട് ഒരു 680-700 ആൾക്കാർ അവരെ പിടിക്കുവാൻ കടന്നു വരുന്ന രംഗം. അവരുടെ പക്കൽ എന്തുണ്ടെന്നറിയാമോ? അവരുടെ പക്കൽ they have lanterns and torches. അവരുടെ പക്കലുണ്ട് ടോർച്ചുണ്ട്, വീപട്ടി പന്തങ്ങളുണ്ട്. പന്തവുമായിട്ട് അവർ പിടിക്കാൻ വരുന്നു. യേശുക്രിസ്തു ആരെന്നറിയാമോ? ഇത് സൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ സൂര്യൻ. നീതിയുടെ സൂര്യനെ പിടിക്കാൻ വേണ്ടി ആ രാത്രിയിൽ അവർ പന്തവുമായിട്ട് വന്നു. അതങ്ങനെയാണ് അവിടെ എഴുതിയേക്കുന്നത്. സൂര്യനെ പിടിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? പന്തവുമായിട്ട് വന്നു. സൂര്യൻ ഗത്സമന വിട്ട് പുറത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? Whom do you seek? അവർ പറഞ്ഞു, നസറേനായ യേശുവിനെ. നസറേനായ യേശുവിനെ എന്ന് പറയുന്ന ആ മാത്രയിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ആകുന്നു. ഇഗോ അമി, ഞാൻ ആകുന്നു പറയുന്ന ആ മാത്രം തന്നെ അവിടെ പറയുന്നതാണ്, അവർ കവിണ് വീണു. നോക്കിയാൽ ഒരു കാര്യം കാണാൻ പറ്റും. ആ 700-ൽ പരം ആൾക്കാർ അവിടെ കവിണ് കിടക്കുന്നു, ഒരുവൻ മാത്രം നിൽക്കുന്നു, കർത്താവായ യേശുക്രിസ്തു. രണ്ടാമത്തെ അവന്റെ ചോദ്യം, നിങ്ങളാരെ തിരയുന്നു? ആ വീണ അവസ്ഥയിൽ അവർ പറയുകയാണ്, നസറേനായ യേശുവിനെ. അവിടെ അവൻ പറയുകയാണ്, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുവല്ലോ, എന്നെ തിരയുന്നുവെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. അവരെ പറഞ്ഞു വിട്ടിട്ട് തന്നെത്താൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഫിലിപ്പ് ലേഖനം വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ അവൻ ശൂന്യനാക്കി. തൻ്റെ പ്രഭ, ആ സൂര്യന്റെ പ്രഭയൊന്ന് മറച്ചു വെച്ചു. ആ നീതിയുടെ സൂര്യൻ ദീപങ്ങൾ അതൊക്കെ അവർ പന്തവുമായിട്ട് പിടിക്കാൻ വന്നപ്പോൾ ആ ശോഭയൊന്ന് മറച്ചു വെച്ചിട്ട് തന്നെത്താൻ അവർക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗെത്സമനയിൽ അവൻ തന്നത്തെ സമർപ്പിച്ചപ്പോൾ അവർ അവനെ പിടിച്ചിട്ട് അവനെ ഗബത്തിലേക്ക് കൊണ്ട് നമുക്ക് വാക്യം കാണാൻ പറ്റും. ഇങ്ങനെയാണ്, അതായത് ഗോസ്പൽ ഓഫ് ജോൺ സുവിശേഷത്തിന്റെ 19:13, യോഹന്നാൻ 19:13. പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബഥ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അവിടെ കാണാൻ പറ്റുന്നതാണ് പീലാത്തോസ് ഇരുന്ന സ്ഥലം, കൽത്തളം എന്നു പേരുള്ള ആ ഗബഥ. വാസ്തവത്തിൽ ആ ഗത്സമനയിൽ അവൻ തന്നെത്താൻ സമർപ്പിച്ചപ്പോൾ ഇത് അവനെ അടുത്ത ചക്കില്, രണ്ടാമത്തെ ചക്ക്, അതാണ് ഗബഥ എന്ന ചക്ക്. ഈ ഗത്സമനയിൽ നിന്ന് പിടിക്കപ്പെട്ട ആ കർത്താവിനെ അവർ അവനെ 6 ന്യായസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി. 6 കോടതികൾ, കർത്താവിനെ വിസ്തരിച്ച 6 കോടതികൾ. ഈ 6 കോടതി നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അത് ഒന്ന് മതകോടതി, അടുത്തത് സിവിൽ കോർട്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മതകോടതികൾ, കർത്താവിനെ വിസ്തരിച്ച മൂന്ന് മതകോടതി, ഒന്നാണ് അന്നാസും കയ്യഫാവും സന്നാധി സംഘവും. ഈ 3 മതകോടതി അവനെ വിസ്തരിച്ചു. പറഞ്ഞു, ഇവനൊരു ഊനവുമില്ല. വാസ്തവത്തിൽ ഇവനൊരു ഊനവും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവനെ എന്ത് ചെയ്തു? സിവിൽ കോടതിക്ക് അവനെ ഏൽപ്പിച്ചു. 3 സിവിൽ കോടതി, അതാണ് പീലാത്തോസ്, ഹേരോദാവ്, പീലാത്തോസ്. ഈ 6 കോടതി മാറി മാറി അവനെ വിസ്തരിച്ചു. അവനൊരു ഊനവുമില്ല എന്നവൻ കണ്ടു. എന്ന് മാത്രമല്ല, അതിനുശേഷം അവനെ കൊരടാവ് കൊണ്ട് അവനെ അടുപ്പിച്ചു. അവനെ കൊരടാവ് കൊണ്ട് കൊരടാവ് കൊണ്ട് അവനെ അടിച്ചു. വാസ്തവത്തിൽ നമ്മൾ ആ രംഗം ഓർത്താൽ ഇത് മോശയുടെ ന്യായപ്രമാണത്തിലെ ബലിയും അതിൻ്റെ ഒരു യഥാർത്ഥ പൂർത്തീകരണമാണ് കർത്താവിൻ്റെ ക്രൂശമരണം എന്ന് കാണാൻ പറ്റും. മോശയുടെ കുഞ്ഞാട്, ആ പെസഹ കുഞ്ഞാടിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവരെ എടുക്കും. ആ കുഞ്ഞാടിനെ എടുത്തിട്ട് 1-ാം മാസം എടുത്തിട്ട് 1-ാം തീയതി എടുത്തിട്ട് 10-ാം തീയതി അതിനെ 10 ദിവസം അതിനെ ഇൻസ്പെക്ട് ചെയ്യുന്ന രംഗം. അതിനുശേഷം ആ പുരോഹിതന്മാർ അവനെ നോക്കും. ഒരു ഓനവും ഇല്ല എന്ന് കണ്ട ശേഷം അവരതിനെ അറുത്ത് പെസഹ ആചരിക്കുന്ന രംഗം. അതുപോലെ എൻ്റെ കർത്താവിനെ അവരെന്ത് ചെയ്തു? ആ പുരോഹിതന്മാരെ അവർ അതിനെ പരിശോധിച്ചു. ഒരു ഊനവുമില്ല. അവസാനം പുരോഹിതൻ ആ വിധി പ്രഖ്യാപിച്ചു, ഇവൻ മരണയോഗ്യൻ. വാസ്തവത്തിൽ മരിക്കുവാൻ ഇവൻ യോഗ്യനാണ്, ഇവനൊരു ഊനവുമില്ല എന്ന പുരോഹിതന്റെ ആ പ്രഖ്യാപനം. വാസ്തവത്തിൽ എങ്ങനെയാണ് മോശയുടെ ന്യായപ്രമാണത്തിലെ ബലി? നമുക്കറിയാം, ഞാൻ ഒരു പാപം ചെയ്തുവെങ്കിൽ ഞാനൊരു ആടിനെ കൊണ്ടുവന്നിട്ട് ആ യാഗമൃഗത്തെ ആ ബലിപീഠത്തിലേക്ക് ചേർത്ത് കെട്ടും. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, യാഗപ്പശുവിനെ അതിൽ കൊമ്പോളോളം കെട്ടുവീൻ.
കൊമ്പുകൾ ചേർത്ത് കെട്ടുവിൻ. ആ ആ മൃഗത്തെ അതിൻ്റെ കൊമ്പുകൾ കെട്ടും, ആ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് കെട്ടും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ആ മരണം കാണുമ്പോൾ ഏത് മൃഗവും ഭയപ്പെട്ടോടും. വാസ്തവത്തിൽ ആ ആടിനെ ആ പാപിയായ മനുഷ്യൻ വലിച്ചുകൊണ്ട് വന്ന് ബലപ്രയോഗത്താലെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി നിരങ്ങും. എന്നിട്ട് ആ കൊമ്പുകൾ അതിനെ കെട്ടിയ ശേഷം തൻ്റെ ആ ആടിൻ്റെ തലമേൽ അദ്ദേഹം കൈവെക്കും. വെച്ചിട്ട് ഉറക്കെ പറയും, ഞാൻ ഇന്ന പാപം ചെയ്തു. ഉദാഹരണം, ഞാൻ മദ്യപാനിയാണെങ്കിൽ ഞാൻ മദ്യപാനം ചെയ്തു, ഞാൻ വ്യഭിചാരം ചെയ്തു എന്ന് അദ്ദേഹം പാപം ഉറക്കേറ്റ് പറയും. തൻ്റെ പാപം പരസ്യമായിട്ട് പറയുന്ന ആ മാത്രയിൽ തന്നെ അവിടെ തീവ്ര സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് വരുന്നറിയാമോ? ആ ആട് പാപിയായി തീരുന്നു, ഇദ്ദേഹം പരിശുദ്ധനായി തീരുന്നു. ആടിൻ്റെ പവിത്രത വ്യക്തിയുടെ പാപം ആടിന്. വാസ്തവത്തിൽ ആ ആടിനെ ഞാൻ പാപം ചെയ്തുവെങ്കിൽ ഒരാടിനെ ബലമായി കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലമേൽ കൈവച്ചിട്ട് അതിന്മേൽ എൻ്റെ പാപം ഞാൻ ഏൽപ്പിക്കുന്നു. അതിനുശേഷം എന്താ അറിയാമോ? ഞാൻ കത്തി ഊരി അതിൻ്റെ കഴുത്ത് ഞാൻ അറുത്തിട്ട് അതിൻ്റെ രക്തം ഞാൻ പിടിക്കും. ആ രക്തം ബലിപീഠത്തിൻ്റെ ചോട്ടിൽ ഞാൻ ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ തൊലി ഞാൻ ഉരിച്ചിട്ട് അതിനെ കഷ്ണമായിട്ട് അതിനെ മുറിക്കും. അതിനെ ഉയർത്തി ബലിപീഠത്തിന്മേൽ വെക്കും. ആ മാംസത്തെ ദഹിപ്പിക്കുമ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരമായി എൻ്റെ പാപം ക്ഷമിച്ചു. ഇതാണ് വാസ്തവത്തിൽ മോശയുടെ കുഞ്ഞാട്, എങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, കണ്ടാലും ലോകത്തിൻ്റെ പാപം ചുമന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നോക്കിയേ, അവൻ സ്വമേധയാ കടന്നു വന്നു ഗെത്സമനയിൽ. അവൻ തന്നെത്താൻ ശൂന്യനാക്കിയിട്ട് തന്നെത്താൻ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർ അവനെ പിടിച്ചുകൊണ്ട് അടുത്ത ആ ബലിസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് ആ ഗബതയിൽ എന്തറിയാമോ? അവർ അവനെ ഗബതയിൽ കെട്ടിയിട്ട് പറഞ്ഞിങ്ങനെയാണ്, ഉഴകുകാരൻ്റെ മുതുകിനെ ഉഴജാൽ പോലെ കീറി. ആ മോശയുടെ കുഞ്ഞാടിനെ അതിൻ്റെ തൊലി ഉരിച്ചു കളയുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മുതുകിനെ അവർ ചാട്ടവാറ് കൊണ്ട് തല്ലിക്കീറി. പറയുകയാണ്, വിത്ത് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. അവൻ്റെ മുതുകിനെ അവർ തല്ലിക്കീറി. ഞാൻ പറയട്ടെ, മോശയുടെ കുഞ്ഞാട് അവിടെ അതിനെ കെട്ടി തൊലി ഉരിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞാട് മരിച്ചുപോയി. എങ്കിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ ജീവനുള്ള ദഹനബലി. അവൻ അവിടെ കെട്ടപ്പെട്ടിട്ട് അവൻ്റെ മുതുകിൻ്റെ തൊലി വലിച്ചിരിക്കുമ്പോൾ, അവൻ്റെ തൊലി ഉരിച്ചു മാറ്റുമ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്ന അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അവൻ ജീവനോടുകൂടി ആ തൊലി ഉരിക്കൽ ആ മുഴുവൻ ഉഴജാൽ പോലെ കീറുന്ന കാര്യം പൂർണ്ണമായിട്ടും അവൻ തന്നെത്താൻ ഏറ്റു. മാത്രമല്ല, അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നു. ആ തൊലിയിന് ശേഷം കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്, ആ കർത്താവ് ആ വലിയ മരക്കുരിശും കയറിക്കൊണ്ട് യെരൂശലേം വീതിയിൽ കൊണ്ട് നടന്നു പോകുന്ന രംഗം. അവിടെ മോശയുടെ കുഞ്ഞാട് അതിന് തൊലി ഉരിച്ചിട്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിന് മാംസം എടുത്ത് ആ യാഗപീഠത്തിന്മേൽ കിടത്തുന്നു. എങ്കിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ ആ മരക്കുരിശും എടുത്തുകൊണ്ട് ആ ബലിപീഠം എടുത്തുകൊണ്ട് അവനേകനെ നടന്നു പോകുന്ന രംഗം. അവൻ പോകുന്ന സ്ഥലമാണ്, അതാണ് ഗോൽഗത്ത. വായിച്ചേ ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ് 23:33. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി കാണുന്നത് എങ്ങനെയാണ്? ആ ദൈവത്തിന്റെ കുഞ്ഞാട് ആ മരക്കുരിശും എടുത്തുകൊണ്ട് ഗോൽഗൊത്ത എന്ന തലയോടിടത്ത സ്ഥലത്തേക്ക് അവൻ കടന്നു പോകുന്നു. ആ ഗോൽഗൊത്തയിൽ അവൻ പോകുന്ന രാത്രി യെരൂശലേം വീതിയിൽ കൂടെ പോകുന്ന രാത്രിയിൽ യെരൂശലേം കുമാരിമാർ അവരുടെ പിന്നാലെ കരഞ്ഞോണ്ട് വന്നു. അവർ തിരിഞ്ഞ് അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. പിന്നെ പറയുകയാണ്, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഉണങ്ങിയതിനോട് എത്ര അധികം. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ അവൻ ദൈവത്തിന് വേണ്ടി ഫലം കായ്ച്ച ന്യായപ്രമാണം പൂർണ്ണമായിട്ട് നിറവേറ്റിയ പച്ചമരമായിരുന്നു. അവൻ പകരക്കാരനായിട്ട് എനിക്ക് വേണ്ടി നിന്നപ്പോൾ ഇതാണ് അവൻ നേരിട്ടതെങ്കിൽ ഉണങ്ങിയ മരം ഞാനും നീയും നമ്മുടെ അവസ്ഥ. തീപ്പൊയ്കയിൽ മാത്രമാണ് നമ്മുടെ സ്ഥാനം. എത്ര അധികം. ഒരു പകരക്കാരനായിട്ട് വന്നവന് ഇതാണ് സംഭവിച്ചതെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള പാപിക്ക് അവസ്ഥ എന്താണ്? വാക്കൊരിക്കലും മറന്നു പോരുത്. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഉണങ്ങിയതിനോട് എത്ര അധികം. അവൻ ആ പച്ചമരമായ കർത്താവായ യേശു ക്രിസ്തു, ആ ബലിവ് ആ ദൈവത്തിന്റെ കുഞ്ഞാട് ആ കഴിവരും എടുത്തുകൊണ്ട് ഗെത്സമനയിലേക്ക് അവൻ ചെന്നു. അവിടെ ഗെത്സമനയിൽ അവർ അവനെ കിടത്തി. ആ കുരിശിൽ അവൻ കയറി. വാസ്തവമായിട്ട് അവിടെ നമുക്കറിയാം ആ രംഗം, അവനെ ക്രൂശിക്കുന്ന രംഗം. അവനെ കാലത്ത് 6 മണിക്ക് അവർ കൊറടാവ് കൊണ്ട് അടിച്ചു. കൊറടാവ് ഗബതയിൽ വെച്ച് അടിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. മാത്രമല്ല അതിനുശേഷം ഗോൽഗൊത്തയിലേക്ക് പോയിട്ട് കാലത്തെ 9 മണിക്ക്
അവർ അവനെ ക്രൂശിച്ചു. 9 മണിക്ക് അവനെ ക്രൂശിച്ചു. ആ സമയത്ത് എന്താ പറയുന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഗസമന, ഞാൻ പറഞ്ഞു, ഗസമന ഈസ് ദ പ്ലേസ് ഓഫ് സറണ്ടർ. ഗസമനയിൽ അവൻ ഇവൻ പകരക്കാൻ പാപമാകാമെന്ന് അവൻ ഏറ്റു. അവൻ തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്തു, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. മാത്രമല്ല ഗബതയിൽ വെച്ച് അവന്റെ ഇത് പ്ലേസ് ഓഫ് മോക്കറി അവർ പരിഹസിച്ച് തീർത്തു. അവനെ കിരീടം ചൂടിച്ചു, മുൾക്കിരീടം ചൂടിച്ചു, അവന്റെ കണ്ണ് കെട്ടി, അവനെ മുഷ്ടി വീട്ടി ഇടിച്ച് പരിഹസിച്ചു. അവന്റെ മുഖത്തോർ തുപ്പി, അവന്റെ മുഖത്തെ രോമം വലിച്ചു വീഴുതു. അവരാ ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു, പരിഹസിച്ച് തീർന്നു. വേറൊന്നും ആക്കിയില്ല. ഇത് ദ പ്ലേസ് ഓഫ് മോക്കറി. ഞാൻ പറഞ്ഞു, 2 മില്ലുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഗസമന ഈസ് ദ മിൽ ഓഫ് സറണ്ടർ, ഗബദ ഈസ് ദ മിൽ ഓഫ് മോക്കറി. ആ 2 മില്ലും കഴിഞ്ഞിട്ട് ഇത് അടുത്ത മില്ലിലേക്ക് കർത്താവ് എത്തി. അതാണ് ദ മിൽ ഓഫ് ഗൊൽഗഥ. ആ ഗൊൽഗഥ എന്ന ചക്കില് കർത്താവ് യേശു ക്രിസ്തു അവൻ ആ കുരിശിലേക്ക് കിടക്കുകയാണ്. അവിടെ അവനെ ഉയർത്തി അവർ ഇട്ടു. ആ കുരിശിൽ അവൻ ക്രൂശിക്കപ്പെടുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് മോർണിംഗ് 9 o'clock. 9 മണിക്ക് അവർ അവനെ ക്രൂശിച്ചു. 9 മുതൽ 12 മണി വരെ ഇറ്റ് വാസ് ജസ്റ്റ് എ നോർമൽ ഡേ, ഒരു സാധാരണ ഒരു ദിവസം. എങ്കിൽ പെട്ടെന്ന് ഇറ്റ് ബിക്കം 12 o'clock. ആ 12 മണിയായപ്പോഴേ ദൈവം പറയുന്നതാണ്, 6 മണി നേരം മുതൽ 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ആ അന്ധകാരത്തിന്റെ ഒടുവിൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഫ്രം 12 o'clock ടു ഈവനിങ് 3 o'clock, 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ആ അന്ധകാരം ഉണ്ടാകുന്ന ആ സമയത്ത് ഓൾമോസ്റ്റ് അറ്റ് 3 o'clock കർത്താവ് ഉറക്കം നിലവിളിച്ചു. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, നമ്മളെ ആരെങ്കിലും ആണെന്നിരിക്കട്ടെ, മർദ്ദിക്കുന്ന ആ സമയത്ത് കരയുമോ? അതോ 9 മണിക്കൂർ കഴിയുമ്പോൾ കരയുമോ? കർത്താവിനെ അവർ കൊറടാവ് കൊണ്ട് അടിച്ചത് കാലത്തെ 6 മണിക്കാണ്. അപ്പോഴാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല 9 മണിക്ക് കാലത്തെ 9 മണിക്ക് അവർ അവനെ ക്രൂശിച്ചു. അപ്പോഴും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് 3 o'clock ആയി. 6 മണിക്കൂർ കൊറടാവ് കൊണ്ട് അടിച്ചിട്ട് 9 മണിക്കൂർ, കുരിശിച്ചിട്ട് 6 മണിക്കൂർ. ഈ 3-ാം മണി നേരത്ത് ഒരു ഉറക്ക നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്തായിരിക്കും അവിടുത്തെ സംഭവം? അന്ധകാരത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ വാസ്തവമായിട്ടും പാപം എന്തെന്ന് അറിയാത്തവനെ നാം ദൈവനീതി ആകേണ്ടതിന് നമുക്ക് വേണ്ടി പാപം ആക്കി. ആ അന്ധകാരത്തിൽ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കിയ രംഗം. ഇവിടെ പാപമുണ്ടോ, അവിടെ ദൈവത്തിൻ്റെ കോപമുണ്ട്. ആ ദൈവകോപത്തിയിലേക്ക് അവനെ വലിച്ചെറിയുകയാണ്. പിതാവ് തൻ്റെ പുത്രന്റെ മേൽ, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പകരക്കാരൻ നിന്ന ആ പുത്രന്റെ മേൽ തൻ്റെ കോപം മുഴുവൻ പകർന്നു. ലോകത്തിന്റെ പാപം അവന്റെ മേൽ ചുമത്തിയിട്ട് ലോകത്തിന്റെ കോപം മുഴുവൻ അവന്റെ മേൽ ചുമന്നു. ദൈവകോപത്തിൽ അവൻ വെന്തു ജീവിച്ചു. അവസാനം ഇങ്ങനെ പറഞ്ഞു, സകലവും നിവൃത്തിയായി. അവിടെ നിന്നേ നമ്മൾ നോക്കിയേ, മോശയുടെ കുഞ്ഞാട് അതിനെ ബലമായിട്ട് കൊണ്ടുവന്നു, അതിനെ പിടിച്ചവിടെ കെട്ടി, അതിനെ കൊമ്പുകൾ പിടിച്ചു കെട്ടി, അതിനെ വധിച്ചു, കൊന്നു. അതിന് രക്തമെടുത്തു, ബലിപീഠത്തിന്മേൽ ഒഴിച്ചു, അത് തൊലി ഉരിച്ചു, കഷ്ണമായിട്ട് അതിനെ ബലിപീഠത്തിന്മേൽ കിടത്തി. അതൊന്നും അറിഞ്ഞില്ല. അതിനെ ഫോഴ്സ്ഫുള്ളായിട്ട് അതിനെ ചെയ്തു. അത് പിന്നീട് മരിച്ചുപോയി. എങ്കിൽ എൻ്റെ കർത്താവിന് ഒന്ന് നോക്കിക്കേ, അവൻ മരിച്ചില്ല. അവനെ തൊലി ഉരിച്ചു, കൊറടാവ് കൊണ്ട് അവനെ അടിച്ചിട്ട് അവന്റെ മുതുകിനെ ഉഴുത നിലം പോലെ ആക്കി. അവൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് കുരിശിൽ അവൻ കിടക്കുകയാണ്. ആ ദൈവത്തിന്റെ തീപ്പൊയ്ക്ക് അവന്റെ മേൽ വീഴുമ്പോൾ അത് മുഴുവൻ അവൻ സഹിച്ചു. അവസാനം പറയാണ്, സകലവും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് കഴിഞ്ഞുപോയി. എന്താ കഴിഞ്ഞെന്ന് അറിയാമോ? മനുഷ്യവർഗത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ കോപം കഴിഞ്ഞു. ഞാനിത് നിറവേറ്റിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് വിക്ടേഴ്സ് ക്രൈ. ഒരു പട്ടാള നായകന്റെ ജയഭേരിയാണത്. കർത്താവ് തന്റെ മരണം കൊണ്ട് മനതാധികാരിയെ അവൻ തോൽപ്പിച്ചു. അവൻ പറഞ്ഞ വാക്ക് തത്ലിസ്ഥ എന്നാണ് അവൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം. അത് തത്ലിസ്ഥ എന്നുള്ള പദം ഒരു പട്ടാള നായകൻ പ്രഘോഷിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അതെപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് അറിയാമോ? ഒരു റോമ ഗവർണർ അന്യരാജ്യത്ത് പോയി യുദ്ധം ചെയ്ത് മിനിമം 6000 പടന്മാരെങ്കിലും തോൽപ്പിച്ച് ആ രാജ്യത്തെ പിടിച്ചടക്കുമ്പോൾ, ഓമനോട് ചേർക്കുമ്പോൾ, അവിടെ നിന്ന് ഉറക്കെ പറയും തത്ലിസ്ഥ. അതായത് ഞാൻ വിജയിച്ചു, ഞാൻ മറ്റു ദേശത്തേക്ക് വന്നു, ഞാൻ യുദ്ധം ചെയ്ത് ഞാൻ വിജയിച്ചു.
യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. പകരക്കാരനായിട്ട് അവൻ കുരിശിൽ മരിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഉറക്കെ പ്രഖ്യാപിച്ചു, തത്ലിസ്ത, ഞാൻ വിജയിച്ചു എന്നുള്ള പ്രഖ്യാപനം അത് കഴിഞ്ഞുപോയി, അത് നിവൃത്തിയായി. അതൊരു ജയോത്സവമാണ് കേട്ടോ. ആ ജയോത്സവം കാണുമ്പോൾ ഞാൻ പറയും, ഇറ്റ്സ് മൈ സിൻ വിച്ച് ഈസ് കാരിഡ് അവേ. ഞാൻ സാത്താന്റെ അടിമയായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ അവിടെ നിന്ന് വിജയിച്ചു, എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. ഞാൻ അപ്പം എടുക്കുമ്പോൾ അപ്പത്തിലേക്ക് നോക്കും. അപ്പം എന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും എൻ്റെ കർത്താവിനെ കുറിച്ച്. എനിക്ക് വേണ്ടി ആ ഗോതമ്പോണി തീയിൽ ചുട്ടതുപോലെ, ആ ഗോതമ്പോണി ചക്കിൽ പൊടിഞ്ഞതുപോലെ, തീയിൽ ചുട്ടതുപോലെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചക്കുകളിൽ പൊടിഞ്ഞു. ഗസമന എന്ന ചക്കില് അവൻ എനിക്ക് വേണ്ടി സമർപ്പിച്ചു. ഗബദ എന്ന ചക്കില് എനിക്ക് വേണ്ടി പരിഹസിക്കപ്പെട്ടു. ഗോൽഗോഥാൻ ചക്കില് എനിക്ക് വേണ്ടി അവൻ വെന്തെരിഞ്ഞു. ഗോതമ്പോണി ചക്കിൽ പൊടിഞ്ഞ് തീയിൽ വെന്തെരിഞ്ഞതുപോലെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചക്കിൽ പൊടിഞ്ഞു, തീയിൽ വെന്തു. മാത്രമല്ല അവൻ ജയോത്സവം കൊണ്ടാടി. ഞാൻ അത് ഓർക്കുമ്പോൾ, ഞാൻ അപ്പം കാണുമ്പോൾ, അപ്പം എടുക്കുമ്പോൾ ഞാൻ പറയും, ലോർഡ് താങ്ക് യു. ആ സ്പോണ്ടേനിയസ്, ആ സ്വമേധയാ വരുന്ന ആ താങ്ക് യു ആണ് യഥാർത്ഥമായിട്ടുള്ള ആരാധന. ഇതാണ് ആരാധന. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, കുറെ ബാഹ്യമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളല്ല. കർത്താവിൻ്റെ വീര്യപ്രവൃത്തി ഓർക്കുമ്പോൾ, അവൻ്റെ ചെയ്തി ഓർക്കുമ്പോൾ, സ്നേഹാഗ്നി കത്തുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയും, സ്വമേധയാ പറയും, ലോർഡ് ഐ ലവ് യു. നിനക്ക് നന്ദി കർത്താവേ. ആ നന്ദി കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ നന്ദിയാണ് കർത്താവിന് ആവശ്യം. മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. മാത്രമല്ല, രണ്ടാമത് ഞാൻ പാനപാത്രം എടുക്കും. എന്താ പാനപാത്രം എന്നറിയാമോ? മറ്റൊന്നുമല്ല, പാനപാത്രം മുന്തിരിച്ചാറാണ്. ആ മുന്തിരിയുടെ രക്തം വീഞ്ഞ്. ആ മുന്തിരി എന്തെന്നറിയാമോ? സ്വർഗത്തിൻ്റെ മുന്തിരി. അവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ ചക്കുകളിൽ മെതിക്കപ്പെട്ടു. ചക്കുകളിൽ മെതിക്കപ്പെട്ടപ്പോൾ ആ മുന്തിരിയുടെ രക്തം ധാരധാരയായിട്ട് വീണു. എൻ്റെ കർത്താവ് 3 ചക്കുകളിൽ മെതിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഗസമന ചക്കില്, ഗബള ചക്കില്, ഗൊൽഗോത്ത ചക്കില്. ആ ചക്കില് മെതിക്കപ്പെട്ടപ്പോൾ അവൻ്റെ രക്തം, കുരിശിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ പാപത്തിന് പരിഹാരമായി. എന്നെ സന്തോഷത്തിൻ്റെ പാനപാത്രം പിടിപ്പിക്കുവാൻ എൻ്റെ കർത്താവ് ദുഃഖത്തിൻ്റെ പാനപാത്രം അവൻ കുടിച്ചു. ആ പാനപാത്രം ഞാൻ എടുക്കുമ്പോൾ, കർത്താവേ നിനക്ക് നന്ദി, എന്നെ സന്തോഷത്തിൻ്റെ പാനപാത്രം കുടിപ്പിക്കാൻ വേണ്ടി ദുഃഖത്തിൻ്റെ പാനപാത്രം നീ കുടിച്ചില്ല കർത്താവേ, നിനക്ക് നന്ദി. ആ സ്പോണ്ടേനിയസ് പോറിംഗ് ഔട്ട് ഓഫ് ദാറ്റ് താങ്ക് യു. സ്വമേധയാ എൻ്റെ വായിൽ വരുന്ന ആ നന്ദി, അത് കേൾക്കുമ്പോൾ ഞാൻ പറയും, ലോർഡ് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാണ് യഥാർത്ഥമുള്ള ആരാധന. ഞാൻ പറഞ്ഞു, മോശയുടെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. മോശയുടെ കുഞ്ഞാട് അവിടെ ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ടുവന്നു. അതിനെ അവിടെ ഞാൻ എൻ്റെ പാപം അതിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചു. എങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് അത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ വന്നു. അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. അവൻ്റെ മേലെ ആരും പാപം അവൻ അടിച്ചേൽപ്പിച്ചില്ല. അവൻ സ്വമേധയാ എനിക്ക് വേണ്ടി പകരക്കാനായിട്ട് കുരിശിൽ മരിച്ചു. മാത്രമല്ല, ആ പൂർണ്ണമായിട്ടുള്ള യാഗത്തിൽ അവൻ ജീവിച്ചിരുന്നു. മാത്രമല്ല, ആ യാഗം പൂർണ്ണയാക്കിയ ശേഷം അവൻ പറഞ്ഞു, സകലവും നിവൃത്തിയായി. ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തീ കത്തും. ഞാൻ മോശയുടെ കുഞ്ഞാടിനെ ഓർക്കും. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ഓർക്കും. ദൈവത്തിൻ്റെ ചക്കളെ ഓർക്കുമ്പോൾ ഞാൻ അവനെ ഹൃദയം കൊണ്ട് ആരാധിക്കും. ഇതാണ് യഥാർത്ഥമുള്ള ആരാധന. ഈ വിധം ആരാധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അവനെ വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. കൈത്തിരി.com ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങൾ, ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി.com വെളിച്ചത്തിലേക്കൊരു തിരുനാളം.